നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. സി എസ് കെയുടെ കോച്ചുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി റൂമറുകൾ ഇങ്ങനെ പലരും പടച്ചുവിടുകയാണ്. സി എസ് കെ, RCB ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കിട്ടുന്ന ചില ഗുണങ്ങളാണ് അവരുദ്ദേശിക്കുന്നത്. പക്ഷേ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. വിശ്വാസയോഗ്യമായ സോഴ്സുകൾ മാത്രം പിന്തുടരുക, അതാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം, സി എസ് കെയുടെ പുതിയ കോച്ചിനെ സെപ്റ്റംബർ 20 പ്രഖ്യാപിക്കുമെന്നാണ്. അതായത് ഇനിയും ഏതാണ്ട് ഒരു മാസക്കാലത്തോളം സമയമുണ്ട്. അതിനിടയിലായിരിക്കും അവർ കോച്ചിനെ പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഈ കോച്ച് MS ധോണിക്കൊപ്പം നേരത്തെ വർക്ക് ചെയ്ത ഒരാളാവാനാണ് സാധ്യത എന്നുകൂടി ഇപ്പോൾ അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഫ്രണ്ട് റണ്ണറായിട്ട് കാണുന്നത് മറ്റാരെയുമല്ല, മൈക്ക് ഹസിയെ തന്നെയാണ്. മൈക്ക് ഹസി ഈസ് ദി ഫ്രണ്ട് റണ്ണർ ടു സക്സീഡ് സ്റ്റീഫൻ ഫ്ലെമിംഗ് ആസ് CSK ഹെഡ് കോച്ച് എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ മറ്റ് കുറച്ച് കോച്ചുമാരുണ്ട്. നമ്മുടെ MS ഡിക്കൊപ്പം നേരത്തെ വർക്ക് ചെയ്തിട്ടുള്ളവർ, ഡങ്കൻ ഫ്ലെച്ചർ, അതുപോലെ കെപ്ലർ വെസൽസ്, പാഡി അപ്റ്റൺ, ഇങ്ങനെയുള്ളവർ ധോണിയുമായിട്ട് നേരത്തെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളവരാണ്. പക്ഷേ ദേ ആർ നോട്ട് ഇൻ കണ്ടൻഷൻ എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്. അവർ കോച്ചുമാരാവാനുള്ള സാധ്യതയില്ല. ഏറ്റവും അധികം സാധ്യത ഇപ്പോൾ കണക്കാക്കുന്നത് മൈക്ക് ഹസിക്കാണ്. ഏതായാലും കാത്തിരിക്കാം ആരായിരിക്കും CSKയുടെ പുതിയ കോച്ച് എന്നറിയാൻ വേണ്ടിയിട്ട്. ക്യാപ്റ്റനെ മാറ്റുന്നതിനെ കുറിച്ചുള്ള സൂചനകളൊന്നുമില്ല, പക്ഷേ പലരും അതും അടിച്ചുവിടുന്നൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. വെയിറ്റ് ചെയ്യാം എന്താണ് ഇതിലൊക്കെ വ്യക്തത വരുന്നത് എന്നറിയാൻ വേണ്ടി. ഇപ്പോൾ ഇക്കാര്യം വളരെ കൃത്യമാണ്. സെപ്റ്റംബർ 20 CSK പുതിയ കോച്ചിനെ പ്രഖ്യാപിക്കും. അതുപോലെ അത് MSDയുമായിട്ട് നേരത്തെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്, അവനാണ് സാധ്യത. ഏറ്റവും അധികം സാധ്യത കണക്കാക്കപ്പെടുന്നത് മൈക്ക് ഹസിക്കാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.